ഉണ്ണിമുകുന്ദനെ പോലെ ഉണ്ടല്ലേ? രാഗി അഞ്ജലിയുടെ കയ്യിൽ ചുരുണ്ടി. ഹേ അല്ല, ടൊവിനോയെ പോലെയല്ലേ? ചിരിയൊക്കെ അങ്ങനെ തന്നെ. നിത്യ അതിനെ എതിർത്തു. ഒന്നും മിണ്ടാതിരിക്കരണ്ടും, ഒരു ടൊവിനോയും ഉണ്ണിമുകുന്ദനും. ഡോക്ടർക്ക് അവരുടെ ഒന്നും രൂപമല്ല. അഞ്ജലി അവരെ ശാസിച്ചു. പിന്നെ ആരെ പോലെയാ നിനക്ക് തോന്നിയത്? പറ. രാഗി കൈകൊണ്ട് അവൾക്കിട്ടൊരു തട്ട് കൊടുത്തു. അപ്പോഴേക്കും ഡോക്ടർ അവരെ കടന്നു പോയിരുന്നു. പോകുന്ന വഴി മൂവരെയും നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്തു. എൻ്റെ ശിവനെ, ക്രഷടിച്ചു ക്രഷടിച്ചു. രാഖി നെഞ്ചിൽ കൈവച്ച് ഡോക്ടർ പോകുന്ന വഴിയെ നോക്കി. ഇവൾക്ക് പിന്നെ ക്രഷ് തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ? നിത്യ പുച്ഛിച്ചു. അതിൽ കുറച്ചു കാര്യമുള്ളതുകൊണ്ട് രാഖി അവളെ ഒന്ന് നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. നോക്കിക്കഴിഞ്ഞെങ്കിൽ ഡ്യൂട്ടിക്ക് കയറാമോ? പുറകിൽ നിന്ന് ശബ്ദം കേട്ടതും മൂവരും ഒരുപോലെ കണ്ണൊന്ന് ഇറുക്കി അടച്ചുപോയി. പിന്നെ മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കി. തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന റീത്ത മാഡം, ഹെഡ് നേഴ്സാണ്. വലിയ വട്ട കണ്ണടയ്ക്കിടയിലൂടെയുള്ള അവരുടെ നോട്ടം നേരിടാനാവാതെ മൂവരും കൂടി തലകുനിച്ച് മുറിയിലേക്ക് കയറിപ്പോയി. എൻ്റെ പൊന്നേ, രക്ഷപ്പെട്ടു. ഈ പെണ്ണുമ്പിള്ള വന്ന് പുറകിൽ നിന്നത് ആരറിഞ്ഞു? രാഖി പിറുപിറുത്തുകൊണ്ട് റീത്ത മാഡം പോയെന്ന് നോക്കി. അവരെ മുന്നോട്ട് നടന്നു പോകുന്നത് കണ്ട് അവൾ തിരിച്ചു വന്ന് കസേരയിലേക്കിരുന്നു. എന്നാലും പുള്ളിയെ ഒന്ന് പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ. പേര് പോലും ചോദിക്കാൻ പറ്റിയില്ല. നിത്യ സങ്കടപ്പെട്ടു. പേരൊക്കെ എനിക്കറിയാം. എന്താ പറ? അഞ്ജലി ചാടി വീണു. ശ്രീറാം, ഡോക്ടർ ശ്രീറാം ശങ്കർ. അഞ്ജലിയുടെ മുഖമൊന്ന് വിടർന്നു. ഉള്ളിൽ വെറുതെ ആ പേരൊന്ന് പറഞ്ഞു നോക്കി. ഷോപ്പിലേക്ക് ഓടിക്കയറുന്നത് പോലെയാണ് ഗൗരി ചെന്ന് കയറിയത്. സന വെഡ്ഡിംഗ് കളക്ഷൻസ് എന്ന വലിയ അക്ഷരങ്ങളിൽ തിളങ്ങുന്ന ബോർഡിൻ്റെ അരികിലൂടെ അകത്തേക്ക് കയറി പഞ്ചിങ് മെഷീനിൽ വിരൽ പതിപ്പിച്ചു. ഒന്നുകൂടി നോക്കി വിരൽ പതിഞ്ഞു എന്ന് ഉറപ്പുവരുത്തി. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന പരിപാടിയാണ്. ഇത് നോക്കിയാണ് ആബ്സെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. വിരൽ ശരിക്ക് പതിഞ്ഞില്ലെങ്കിൽ ലീവാണെന്ന് പറഞ്ഞ് സാലറി കട്ട് ചെയ്ത് കളയും. ഒരു ദിവസത്തെ ശമ്പളം കുറഞ്ഞാൽ നഷ്ടം നമുക്ക് തന്നെയാണല്ലോ. മൂന്നാം നിലയിലേക്ക് ഓടി എന്ന പോലെ കയറി അവൾ. ലിഫ്റ്റ് ഉണ്ടെങ്കിലും സ്റ്റാഫിന് ഉപയോഗിക്കാൻ അനുവാദമില്ല. എതിരെ കാണുന്നവരൊക്കെ നോക്കി ഒന്ന് ചിരിച്ചു അവൾ. വെഡ്ഡിംഗ് സെക്ഷനിൽ ചെന്ന് ട്രയൽ റൂമിനോട് ചേർന്നുള്ള റൂമിലേക്ക് കയറി ബാഗ് വെച്ചു. നീളത്തിൽ മെടഞ്ഞിട്ട മുടി അഴിച്ച് പിന്നിൽ ഉരുട്ടിക്കെട്ടി വെച്ചു. സാരി ഒന്നുകൂടി നേരെയാക്കി മുഖവും ഒന്ന് തുടച്ചു. മുഖം എപ്പോഴും പ്രസന്നമായിരിക്കണം. നിർബന്ധമുള്ള കാര്യമാണത്. ഇന്ന് നേരത്തെ വന്നോ? ചോദിച്ചുകൊണ്ട് ഡോർ തുറന്ന് തനിക്കടുത്തേക്ക് വന്നയാളെ നോക്കി ഗൗരി ചിരിച്ചു. ഞാനിപ്പോൾ വന്നേയുള്ളൂ മായേച്ചി. ചേച്ചി താമസിച്ചോ? ഉവ്വന്നേ. രാവിലെ ഇറങ്ങാൻ നേരത്തെ ചെറുക്കൻ ഓരോ വെകിളി. ചോറിന് മുട്ട വേണ്ട, പപ്പടം വേണം. അപ്പോൾ പെണ്ണിന് മുട്ട മതി. ഓ, തലയെടുക്കും രണ്ടും കൂടെ. ഒരു കൈസഹായത്തിന് കൂടാൻ പറഞ്ഞാൽ അങ്ങേർക്ക് വയ്യ. കുളിച്ചൊരുങ്ങി കുട്ടപ്പനായി അവിടെ നിൽക്കും. പറയുന്നതിനിടെ അവരുടെയും മുടികെട്ടും ഒരുങ്ങലും ഒക്കെ നടക്കുന്നുണ്ട്. ഒന്നും കഴിക്കാൻ പോലും പറ്റിയില്ല. ഓടിപ്പിടിച്ചു വന്നപ്പോൾ കൃത്യം ആ മാനേജറുടെ മുന്നിലേക്ക്. അങ്ങേരുടെ ഒരു നോട്ടം 2 മണിക്കൂർ വൈകിയ പോലെയാണ്. എല്ലാം കൂടെ കളഞ്ഞിട്ട് പോകാൻ തോന്നും ചിലപ്പോൾ. അവരുടെ രോഷം ബാഗ് ഒന്നുകൂടി എടുത്ത് സിബ് വലിച്ചടച്ച് ഊക്കോടെ തിരികെ വെച്ച് തീർത്തു. എങ്കിൽ മായേച്ചി പോയി കഴിച്ചിട്ട് വാ. കസ്റ്റമർ ഒന്നും വന്നില്ലല്ലോ. പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ ഗൗരി പറഞ്ഞു. എന്നിട്ട് വേണം ഇനി അതിനും കൂടി കേൾക്കാൻ. ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് മാത്രം ഷോപ്പിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ക്യാൻറ്റീനുണ്ട്. ഭക്ഷണം അവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കും. വീട്ടിൽ പോയി വരുന്നവർക്കില്ല. ഗൗരി, ആ ഡിസ്പ്ലേ ഒന്ന് മാറ്റിയേക്കണേ. മായേച്ചി പറഞ്ഞിട്ട് നടന്നുപോയി. അവർ ഫ്ലോർ മാനേജറാണ്. ഒരുപാട് കൊല്ലങ്ങളായി ഇവിടെ ജോലിക്ക് വരാൻ തുടങ്ങിയിട്ട്. ഒരു ബൊമ്മ എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൽ ചുറ്റിയിരുന്ന നീല സാരി അവൾ അഴിച്ചു മാറ്റി. പകരം ഗോൾഡൻ നിറത്തിൽ നിറയെ വർക്കുള്ള ഒരു സാരി എടുത്ത് ബൊമ്മയെ ഉടുപ്പിച്ചു തുടങ്ങി. ഞാനും കൂടി സഹായിച്ചേക്കാം ചേച്ചി. അരുണിമ വന്ന് അവളുടെ കൂടെ കൂടി. 1 മണിക്കൂർ എടുത്തു എല്ലാ ഡിസ്പ്ലേയും മാറാൻ. അപ്പോഴേക്കും ഒരു വെഡ്ഡിംഗ് പാർട്ടി എത്തി. പൊതുവെ തിരക്ക് കുറവുള്ള ഫ്ലോറാണ് വെഡ്ഡിംഗ്. പക്ഷേ രാവിലെ വരുന്ന കസ്റ്റമർ വൈകുന്നേരമായാലും പോകില്ല. ഓരോ സാരി മാറി മാറി ഒടുപ്പിച്ച് മടുത്തു പോകും. അതിനിടയിൽ ചോറൂണൊക്കെ കണക്കായിരിക്കും. ഗൗരി എവിടെ? ഒരു പാർട്ടിക്ക് സാരി നിവർത്തി ഇട്ട് കൊടുക്കുന്നതിനിടെ തൻ്റെ പേര് ആരോ വിളിക്കുന്നത് കേട്ട് ഗൗരി തലയുയർത്തി നോക്കി. ഫ്ലോറിലേക്ക് കയറുന്നിടത്ത് നിൽക്കുന്ന നിശാന്തിനെ അവൾ കണ്ടു. പെട്ടെന്ന് തന്നെ കൂടെ നിന്ന അരുണിമയുടെ മറവിലേക്ക് അവൾ നീങ്ങിയിരുന്നു. നിശാന്ത് ഇവിടെ മാനേജറാണ്. ജോലിക്ക് വന്ന അന്ന് മുതൽ അയാൾക്ക് തന്നോടൊരു താല്പര്യക്കൂടുതലുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ പലർക്കും അത് തോന്നിയിട്ടുമുണ്ട്. ചിലരൊക്കെ അടക്കം പറയുന്നത് ഗൗരിയുടെ ചെവിയിലും എത്തിയിട്ടുണ്ട്. ഒരു ഗോസിപ്പിന് നിന്നു കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഗൗരി പരമാവധി ഒഴിഞ്ഞു മാറുകയും ചെയ്യും. ദേടി വന്നു നിൽക്കുന്നത് കണ്ടില്ലേ? അടുത്തൊരു കുശുകുശുക്കൽ കേട്ട് ഗൗരി അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചു. വിദ്യയാണ്. അടുത്ത് നിൽക്കുന്ന ജസ്നയോടാണ് പറയുന്നത്. വന്ന സമയത്ത് രണ്ടുപേരും നന്നായി സംസാരിക്കുമായിരുന്നു. നിശാന്തിൻ്റെ കാര്യം ഓരോരുത്തർ പറയാൻ തുടങ്ങിയപ്പോൾ മുതൽ 2 പേർക്കും തന്നോട് അകൽച്ചയാണ്. ജസ്ന എന്തോ ശത്രുതയുള്ളതുപോലെയാണ് നോക്കുന്നത് പോലും. ആദ്യമൊക്കെ വിഷമം തോന്നിയെങ്കിലും ഇപ്പോൾ അത് ശ്രദ്ധിക്കാറില്ല. മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. മോളെ, ആ ചുവപ്പൊന്ന് ഇങ്ങോട്ട് എടുത്തിട്ടേ. റാക്കിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു സാരി ചൂണ്ടി ഒരു സ്ത്രീ പറഞ്ഞു. അതോടെ ഗൗരി കാലിൽ കുത്തി ഒന്ന് ഉയർന്ന സാരി വലിച്ചെടുത്തു. അവർക്ക് മുന്നിലേക്ക് നിവർത്തിയിട്ടു.
ഇതിന് എത്രയാകും? പ്രൈസ് ടാഗ് നോക്കി ഗൗരി അതിൻ്റെ വില പറഞ്ഞു കൊടുത്തു. ഇതൊന്ന് ഉടുപ്പിച്ചേ നോക്കട്ടെ. അവൾ ആ സാരി എടുത്ത് അടുത്ത് നിന്ന് പെൺകുട്ടിയെ ഉടുപ്പിച്ചു. വന്ന പാർട്ടി അത് നോക്കി ഓരോ അഭിപ്രായം പറയുന്നതും ഫോട്ടോ എടുക്കുന്നതുമൊക്കെ നോക്കി ഗൗരി അവർക്കരികിൽ നിന്നു. ഗൗരി, ഭക്ഷണം കഴിച്ചോ? അടുത്തൊരു ശബ്ദം കേട്ട് അവളൊന്ന് വെട്ടിത്തിരിഞ്ഞു. നിശാന്താണ്. ഇല്ല സാർ. പറഞ്ഞിട്ട് കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിലേക്ക് ഒന്ന് നോക്കി. 2 മണി കഴിഞ്ഞിരിക്കുന്നു, പോയി കഴിച്ചോളൂ. അത് സർ, കസ്റ്റമർ. അവൾ സംശയത്തോടെ അവനെ നോക്കി. ജസ്ന, ഇവരെ വന്നു നോക്ക്. നിശാന്ത് കൈയുയർത്തി ജസ്നയെ വിളിച്ചതും അവൾ അടുത്തേക്ക് വന്നു. ഇവർ ചിലർക്കൊക്കെ സ്പെഷ്യൽ പരിഗണനയാണ്. നിശാന്ത് അങ്ങ് നീങ്ങിയതും ജസ്ന പറയുന്നത് ഗൗരി കേട്ടു. ശ്രദ്ധിക്കാതെ അവൾ റൂമിൽ ചെന്ന് ബാഗ് എടുത്ത് മുകൾ നിലയിലേക്ക് നടന്നു. ക്യാൻറ്റീനിൽ ചെന്ന് ഒരു ടേബിളിൻ്റെ മുകളിൽ ബാഗ് വെച്ച് പോയി കൈ കഴുകി വന്നു. ഇന്ന് തന്നെയുള്ളോ? മറ്റേ കൊച്ചെന്തിയേ? ഇന്ന് തന്നെയുള്ളോ? മറ്റേ കൊച്ചെന്തിയേ? ക്യാൻറ്റീനിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സുമതി ചേച്ചിയാണ്. രശ്മി ഇന്ന് ലീവാണ് ചേച്ചി. അവരോട് പറഞ്ഞിട്ട് ചെന്ന് ബാഗ് തുറന്ന് ടിഫിൻ എടുത്ത് തുറന്നു. ചീരത്തോരനും ചമ്മന്തിയും. കുഞ്ഞൊരു പാത്രം തുറന്നു. അതിൽ നിന്ന് അമ്പഴങ്ങ അച്ചാറും എടുത്തു വെച്ചു. പതിയെ കഴിച്ചു തുടങ്ങുമ്പോഴാണ് നിശാന്ത് കയറി വരുന്നത്. അതോടെ ഗൗരി ഒന്ന് പരുങ്ങി. അവൻ അടുത്തെങ്ങാനും വന്നിരിക്കുമോ എന്നൊരു ഭയം അവൾക്ക് തോന്നി. ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുന്ന വേറെയും ആൾക്കാരുണ്ട്. എല്ലാവരും പരിചയക്കാർ തന്നെ, ആണുങ്ങളും പെണ്ണുങ്ങളും, പിന്നെ കുറച്ച് ഹിന്ദിക്കാരും. പക്ഷേ നിശാന്ത് കൈ കഴുകി വന്ന് മറ്റൊരു ടേബിളിൻ്റെ അടുത്ത് പോയിരുന്നു. ഗൗരിയുടെ നേരെ തന്നെയാണ് ഇരിപ്പ്, നോട്ടവും അവളിൽ തന്നെ. അതോടെ ഒരു കൈ ടേബിളിൽ കുത്തിക്കൊണ്ട് മുഖം ഭാഗികമായി മറച്ച് പതിയെ അവൾ കഴിച്ചു തുടങ്ങി. ഗൗരി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നിൽ കലപില പോലൊരു ശബ്ദം. കിഡ്സ് സെക്ഷനിലെ കുട്ടികളാണ് അമൃതയും അപർണയും. പാർട്ട് ടൈം ജോലിക്കാർ. കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. ക്ലാസ് ഇല്ലാത്തപ്പോൾ മാത്രമാണ് ഷോപ്പിൽ വരുന്നത്. അമ്പാഴങ്ങ അച്ചാർ. അച്ചാറിൽ തൊട്ടു നോക്കിയതും അമൃതയുടെ ഉണ്ടക്കണ്ണുകൾ വിടർന്നു വന്നു. അല്ലേലും ഗൗരി ചേച്ചിയുടെ അച്ചാർ ഒന്നൊന്നര ടേസ്റ്റാണ്. അവൾക്ക് ചുറ്റും ഇരുവരും ഇരുന്നു. ഞാനല്ല, അമ്മയാണ് അച്ചാറിടുന്നത്. അച്ചാറിൻ്റെ പാത്രം അവർക്ക് നേർക്ക് നീട്ടി വെച്ചു ഗൗരി. അത് ഞങ്ങൾക്കറിയാലോ. അമ്മ മേടിച്ചുകൊണ്ട് വരുന്നത് ഞങ്ങളും കൂട്ടാറുണ്ട്. ഗൗരിയുടെ അമ്മയ്ക്ക് ചെറിയ രീതിയിൽ അച്ചാറിൻ്റെ പരിപാടിയുണ്ട്. അമൃതയുടെയും അപർണയുടെയും അമ്മ സന്ധ്യയും ഇവിടെ തന്നെയാണ് ജോലി. അവരും കൂടി വന്നിരുന്നത് കൊണ്ട് നിശാന്തിൻ്റെ നേർക്കൊരു നോട്ടം പോകാതെ ഗൗരി വേഗം കഴിച്ചെഴുന്നേറ്റു. ബാഗും എടുത്ത് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ പിന്നാലെ നിശാന്തും വന്നു. ഗൗരി, ഒരു നിമിഷം ഒന്ന് നിൽക്കാമോ? ഗൗരി തിരിഞ്ഞു അവനെ നോക്കി. എനിക്ക് ഗൗരിയോട് ഒരല്പം സംസാരിക്കാനുണ്ടായിരുന്നു. തങ്ങളെ മറികടന്നു പോകുന്നവരുടെ നോട്ടം തങ്ങളിലേക്ക് വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. പറഞ്ഞോളൂ സർ. ഇവിടെ വെച്ചോ? അവൻ ചുറ്റും നോക്കി. സ്റ്റെപ്പ് ഇറങ്ങി അടുത്ത ഫ്ലോറിലേക്ക് കടക്കുന്ന വാതിലിൻ്റെ ഭാഗത്ത് ലിഫ്റ്റിനോട് ചേർന്ന് അവൻ ചെന്ന് നിന്നു. ഗൗരിയും അങ്ങോട്ട് ചെന്നു. ഞാൻ പറയാൻ പോകുന്നത് ഗൗരിക്ക് ഊഹമുണ്ടാവും. തുടരും.